ഹേ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു റൈസ് കുക്കർ അൺബോക്സിംഗ് വീഡിയോ ആയാലോ. ഒരു മാസമായി ഗ്യാസ് ബുക്ക് ചെയ്തിട്ട് ഇതുവരെ ഗ്യാസ് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് റൈസ് കുക്കർ എന്തായാലും അത്യാവശ്യമാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പോയി റൈസ് കുക്കർ വാങ്ങിയിട്ടോ. കറണ്ടും ലാഭിക്കാം, ഗ്യാസും ലാഭിക്കാം, അതാണ് ഇതിനുള്ള ഉദ്ദേശം. ഞങ്ങളിവിടെ വാടകയ്ക്കായതുകൊണ്ട് ഞങ്ങൾക്ക് അടുപ്പില്ല കേട്ടോ. ഞങ്ങൾ ഗ്യാസും കറണ്ടിൻ്റെ അടുപ്പൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഗ്യാസ് വരാതായപ്പോഴത്തേക്കും ആകെ ബുദ്ധിമുട്ടായി. കഞ്ഞി ഇടുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ഗ്യാസ് ചിലവ്. അപ്പം നമുക്ക് റൈസ് കുക്കർ ഉണ്ടെങ്കിൽ ഗ്യാസ് ലാഭിക്കാമല്ലോ. നോൾട്ടയുടെ റൈസ് കുക്കറാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. റൈസ് കുക്കറിൻ്റെ അതിനകത്ത് മുഖം കാണുന്നുണ്ട്, അതാണ് ഞാൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറമാനെ അടക്കം റൈസ് കുക്കറിൻ്റെ അടപ്പിനകത്ത് കണ്ടു കേട്ടോ. 2 കിലോൻ്റെ റൈസ് കുക്കറാണ് മേടിച്ചത്. വലിയ കാലം കേട്ടോ മേടിച്ചത്. അല്ലെങ്കിൽ 2-3 പ്രാവശ്യമൊക്കെ വെക്കുമ്പോൾ നമുക്ക് പിന്നെയും ഗ്യാസും നഷ്ടമാണ്, കറണ്ടും നഷ്ടമാണ്. അതുകൊണ്ട് അത്യാവശ്യം പാകത്തിനുള്ള ഒരു കലം തന്നെയാണ് ഞങ്ങൾ മേടിച്ചത്. ഇതിന് വാറണ്ടിയൊക്കെ ഉണ്ട്. വാറണ്ടീൻ്റെ പേപ്പറാണ് ഞാൻ കാണിക്കുന്നത്. എങ്ങനെയാണ് നമ്മൾ അരി വേവിക്കേണ്ടതെന്നൊക്കെ അതിൽ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. കലത്തിൽ ക്യാമറാമാൻ ഫോണും കൊണ്ട് നിൽക്കുന്നത് നിങ്ങൾ കണ്ടോയെന്നറിയത്തില്ല, അത് കാണുന്നുണ്ട് കേട്ടോ. ഗ്യാസ് കിട്ടാതായപ്പോഴത്തേക്ക് എന്തെല്ലാം ചിലവാ. ആദ്യം കറണ്ടിൻ്റെ അടുപ്പ് പോയി മേടിക്കേണ്ടി വന്നു. അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ റൈസ് കുക്കറും മേടിച്ചു. ഇനി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നറിയില്ല. എല്ലായിടത്തും ഇതൊക്കെ തന്നെ ആയിരിക്കും അവസ്ഥ. അൺബോക്സിങ് കഴിഞ്ഞില്ലേ, ഇനി നമുക്ക് ഉദ്ഘാടനം കൂടെ അങ്ങോട്ട് നിർവഹിക്കാം അല്ലേ. ആദ്യം തന്നെ കലത്തിൽ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. അരി കഴുകി ഇടുകയാണ് കേട്ടോ കലത്തിലേക്ക്. വെള്ളം തിളയ്ക്കേണ്ട ആവശ്യമില്ല, അരിയും കൂടെ കടന്ന് തിളച്ചിട്ടാണ് നമ്മൾ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുന്നതെന്നാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അരി ഇട്ടിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്ത് ഇനി തിളച്ച് കഴിയുമ്പോൾ നമുക്ക് റൈസ് കുക്കറിലേക്ക് എടുത്തു വെക്കാം. ഒട്ടുമിക്ക വീടുകളിലും ഇപ്പോൾ പഴയ അടുപ്പുകളൊന്നും കാണാനില്ല കേട്ടോ. എല്ലാവരും പഴയ അടുപ്പെല്ലാം ഒഴിവാക്കി ഗ്യാസിലേക്ക് കടന്നു. പക്ഷേ ഇപ്പോഴാണ് അതിൻ്റെ പണി കിട്ടിത്തുടങ്ങിയത്. സാധാരണ അടുപ്പുള്ളവരെല്ലാം ഇപ്പോൾ രക്ഷപ്പെട്ടു. അവർക്കെല്ലാം എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വിറകുമൊക്കെ പറമ്പിൽ നിന്ന് പറക്കി കഞ്ഞിയൊക്കെ ഇടാം. അല്ലാത്തവരെല്ലാം ദേ കിടന്ന് എന്നെ പോലെ ഇങ്ങനെ കിടന്ന് കളിക്കുന്നുണ്ടാവും. നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. കഞ്ഞി നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ റൈസ് കുക്കറിലേക്ക് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ. 2 മണിക്കൂറാണ് അവർ പറയുന്നത്. പക്ഷേ എൻ്റെ അരി പെട്ടെന്ന് വേകുന്നതായതുകൊണ്ട് 2 മണിക്കൂർ ഞാൻ വെച്ചില്ല. 1 മണിക്കൂർ ആയപ്പോഴത്തേക്കും കഞ്ഞി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. സെറ്റ്, ഓൾ സെറ്റാണ്. ഇനി നമുക്ക് കഞ്ഞി അടയ്ക്കാനാണ് പണി. ഇത് സ്റ്റീലിൻ്റെ കലമായതുകൊണ്ട് തെന്നുവോ എന്ന് പേടിച്ച് ഒരു വിധത്തിലാണ് ഞാൻ കഞ്ഞി അടയ്ക്കുന്നത് കേട്ടോ. രക്ഷപ്പെട്ടു. അപകടമൊന്നും ഇല്ലാതെ കഞ്ഞി അടച്ചിട്ടുണ്ട്. ടാറ്റാ, ബൈ ബൈ, സി യു.